ചില കറികളെ നമ്മൾ ഒരിക്കൽ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അല്ലേ? അത്ര സൂപ്പറായ ചില കറികളുണ്ട്. അങ്ങനെ ഒരു കറിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ടേസ്റ്റിയായ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. നമ്മുടെ ഈ കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരണം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളകാണ് ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സവാള ഒരുപാടങ്ങ് വഴണ്ടൊന്നും പോണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇതാ ഇത്രയും മതി. നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. എരിവിന് വേണ്ടി 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ താളിച്ചപ്പോഴല്ല കറിവേപ്പില ഇട്ടത്, ഈ ടൈമിലാണ് കറിവേപ്പില ഇടുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം തന്നെ നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മോരല്ല എടുത്തിട്ടുള്ളത്, നല്ല കട്ട തൈര്, അല്പം പോലും വെള്ളമൊന്നും തന്നെ ചേർക്കാതെ നല്ല കട്ടിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കട്ട തൈര് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തൈര് ഒഴിച്ചു കഴിഞ്ഞ് തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണേ, കാരണം നമ്മുടെ ഈ തൈര് തിളയ്ക്കാനോ ഒന്നും പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, കാരണം നമ്മുടെ തൈര് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഏകദേശം നമ്മുടെ ഈ തൈരൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിക്കുള്ള ഒരു തൈര് കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുകയാണേ. ഈ മല്ലിയുടെ ടേസ്റ്റ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഈ കറി ബെസ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഈ കറിയിൽ ഇതുവരെ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. വളരെ ടേസ്റ്റിയായ ഈ തൈര് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു സപ്പോർട്ട് തരാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഡേവീസ് പ്ലാന്റ് എന്ന എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട അടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ ഓണാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.